Mechanics of solids, stresses in thin cylindrical and spherical pressure vessels. അപ്പം ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷർ വെസൽസ് എന്താണ്, പ്രഷർ വെസൽസിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ആ പ്രഷർ വെസൽസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകൾ ഏതൊക്കെ തരത്തിലുള്ളതാണ്, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി പ്രഷർ വെസൽസ് എന്നുള്ളത് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രഷർ വെസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ വെസൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ടു ഹോൾഡ് ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ്. പലതരത്തിലുള്ള ഗ്യാസുകളും ലിക്വിഡ്സും എല്ലാം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രഷർ വെസൽസ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ലിക്വിഡ്സ് അല്ലെങ്കിൽ ഗ്യാസസ് എന്ന് പറയുന്നത് യൂഷ്വലി ഹൈ പ്രഷറിലുള്ള ലിക്വിഡ്സ് അല്ലെങ്കിൽ ഗ്യാസസ് ആയിരിക്കും ഇതിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രത്തോളം ഹൈ പ്രഷറിൽ നമ്മൾ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡിനെ കണ്ടെയ്ൻ ചെയ്യുമ്പോഴത്തേക്കും ഇൻ ദി എക്സ്ട്രീം കേസ് പ്രഷർ, ഓക്കെ, ഈ മെറ്റീരിയലിന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രഷറിനെക്കാട്ടിയും കൂടുവാണെങ്കിൽ അവിടെ ഈ സിലിണ്ട്രിക്കൽ വെസൽസ് അല്ലെങ്കിൽ സ്പെറിക്കൽ വെസൽസ് ബേസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് എല്ലാം എന്താണ്? ഈ തരത്തിലുള്ള പ്രഷർ വെസൽസ് ആണ്, അല്ലെ? കുക്കിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് എല്ലാം ഈ തരത്തിലുള്ള പ്രഷർ വെസൽസ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് എത്രത്തോളമാണ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ പ്രഷർ വെസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ വെസൽസ് ആർ മെയിൻലി കണ്ടെയ്നേഴ്സ് designed to hold gases and liquids at a pressure substantially different from the ambient pressure. ഓക്കെ, ആംബിയൻറ്റ് പ്രഷറിനെക്കാട്ടി അല്ലെങ്കിൽ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിയും വളരെ ഉയർന്ന പ്രഷറിലുള്ള ഫ്ലൂയിഡ്സും ഗ്യാസസും എല്ലാം, ലിക്വിഡ്സും ഗ്യാസസും എല്ലാം കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രഷർ വെസൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എല്ലാം ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം നമുക്ക് പ്രഷർ വെസൽസ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം അതിൽ ഈ ചെറിയ ടോയ് ബോൾസ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും, ഓക്കെ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഗ്യാസിനെ ഫില്ല് ചെയ്യുകയാണ് അല്ലെങ്കിൽ എയറിനെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും പുറത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ കമ്പാരിറ്റീവ്ലി എന്താണ്? ഗ്രേറ്റർ പ്രഷറിലായിരിക്കും നമ്മൾ ഉള്ളിലേക്ക് ഇതിൻ്റെ എല്ലാം ഇന്നർ സർഫസിൽ പ്രഷറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഹോട്ട് എയർ ബലൂൺസ്, ഓക്കെ, ഈ താഴെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഇതെല്ലാം എന്താണ്? ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഓഫ് പ്രഷർ വെസൽസ് ആണ്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഓഫ് പ്രഷർ വെസൽസ് ആണ്. ഓക്കെ, ഇനി പ്രഷർ വെസൽസിനെ നമുക്ക് മെയിൻലി രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് റേഷ്യോ ഓഫ് ഡയമീറ്റർ ടു തിക്നെസ്. പ്രഷർ വെസലിന്റെ ഡയമീറ്റർ ടു തിക്നെസ് റേഷ്യോയുടെ ബേസിസിലും ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഓൺ ദി ബേസിസ് ഓഫ് ഷേപ്പ് ഓഫ് ദി പ്രഷർ വെസൽ. ഓക്കെ, ഡയമീറ്റർ ടു തിക്നെസ് ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും പ്രഷർ വെസൽസ് രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് തിൻ പ്രഷർ വെസൽസും മറ്റൊരെണ്ണം തിക്ക് വോൾഡ് പ്രഷർ വെസൽസും. തിൻ വോൾഡ് പ്രഷർ വെസൽസും തിക്ക് വോൾഡ് പ്രഷർ വെസൽസും. Okay, if the D/T ratio is greater than or equal to 20, okay, where D is the diameter of the pressure vessel and T is the thickness of the plate. Thickness of the plate. ആ പ്രഷർ വെസൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റിന്റെ തിക്നെസ് ആണ് T. ഓക്കെ, അവിടുത്തെ ആ പ്രഷർ വെസലിന്റെ എൻറ്റയർ യൂണിറ്റിന്റെ ഡയമീറ്റർ ആണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ D വന്നിട്ട് ഡയമീറ്റർ, T എന്ന് പറയുന്ന അവിടുത്തെ ആ പ്ലേറ്റിന്റെ മാനുഫാക്ചറിങ് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലേറ്റിന്റെ തിക്നെസ്. ഓക്കെ, അപ്പോൾ D/T റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. ഓക്കെ, അപ്പം ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 20-നെക്കാട്ടി കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തിക്നെസ് അത്രത്തോളം കുറയണം, അല്ലേ? അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കുറവാകുമ്പോഴത്തേക്കാണ്, ഡിനോമിനേറ്റർ കുറയുകയും ന്യൂമറേറ്റർ ആയ D എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ റേഷ്യോ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ കൂടുകയും തിക്നെസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവും ആകുമ്പോഴത്തേക്കാണ് D/T റേഷ്യോ ഗ്രേറ്റർ ദാൻ 20 വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വെസൽസിനെയാണ് തിൻ പ്രഷർ വെസൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ തിൻ പ്രഷർ വെസൽസിനെ ഡയമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡയമീറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ആ യൂസ് ചെയ്തിരിക്കുന്ന പ്ലേറ്റിന്റെ തിക്നെസ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ഇനി D/T റേഷ്യോ ലെസ് ദാൻ 20 വരുവാണെങ്കിൽ, അല്ലെങ്കിൽ when the diameter of the pressure vessel is comparable with the thickness of the plate being used. ഓക്കെ, ഡയമീറ്റർ എന്ന് പറയുന്നത് തിക്നെസ്സുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഡയമെൻഷൻസിൽ നിൽക്കുവാണെങ്കിൽ, ഓക്കെ, D/T റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 20-നെക്കാട്ടിയും കുറഞ്ഞൊരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ തിക്ക് പ്രഷർ വെസൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, D എന്ന് പറയുന്ന ഇന്നർ ഡയമീറ്റർ ഓഫ് ഷെല്ലും T എന്ന് പറയുന്ന അവിടുത്തെ തിക്നെസ് ഓഫ് ഷെല്ലും. നെക്സ്റ്റ്, ഷേപ്പ് ഓഫ് ദി ഷെല്ലിന് അല്ലെങ്കിൽ പ്രഷർ വെസലിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സ്പെറിക്കൽ പ്രഷർ വെസൽസും ഉണ്ട്, സിലിണ്ട്രിക്കൽ പ്രഷർ വെസൽസും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് തിൻ സിലിണ്ടേഴ്സ്. ഓക്കെ, എ സിലിണ്ടർ or a spherical shell
ഈസ് കൺസിഡേർഡ് ടു ബി തിൻ വെൻ ദി മെറ്റൽ തിക്നെസ് ഈസ് സ്മോൾ കമ്പയർഡ് ടു ദി ഇന്റേണൽ ഡയമീറ്റർ അല്ലേ. അപ്പോൾ അവിടെ ആ പ്ലേറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ആ എൻറ്റയർ ഷെല്ല് അത് സിലിണ്ടറിക്കൽ ആവാം സ്പെറിക്കൽ ആവാം. ഓക്കെ, അപ്പോൾ ആ ഷെല്ലിന്റെ ഡയമീറ്ററിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓക്കെ ആ പ്രഷർ വെസലിന്റെ ഷെല്ലിന്റെ ഡയമീറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ പ്ലേറ്റ് തിക്നെസ് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ അതിനെ നമ്മൾ തിൻ സിലിണ്ടേഴ്സ് എന്നായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വരേണ്ടത്? D/T റേഷ്യോ എന്ന് പറയുന്നത് തിൻ സിലിണ്ടേഴ്സിന്റെ കേസിലാകുമ്പോൾ D/T റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 വരുന്നു. ഓക്കെ, ശരി. അപ്പം ആ തരത്തിലുള്ള പ്രഷർ വെസൽസ് ആണ് നമ്മൾ പൈപ്സ് ആയാലും ബോയിലേഴ്സ് ആയാലും ഓക്കെ ബോയിലർ എന്താണ് സ്റ്റീം ബോയിലേഴ്സിൽ വരുന്ന അവിടെ സ്റ്റീം ടാങ്ക്സ് ആയാലും സ്റ്റോറേജ് ടാങ്ക്സ് ആയാലും ഇതെല്ലാം ഈ തരത്തിലുള്ള തിൻ സിലിണ്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം ഡയമീറ്റർ എന്ന് പറയുന്നത് അത് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷീറ്റിന്റെ തിക്നെസ്സിന് വെച്ച് നോക്കുമ്പോൾ വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, magnitude of radial pressure is very small compared to other two stresses in case of thin cylinders. ഓക്കെ, അപ്പോൾ മെയിൻലി തിൻ സിലിണ്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇത് ഒരു ടിപ്പിക്കൽ തിൻ സിലിണ്ടറിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിൻ സിലിണ്ടർ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും തിൻ സിലിണ്ടറിന്റെ പ്ലേറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് T. ഇവിടെ ഞാനൊരു സിലിണ്ടറിക്കൽ ഷെല്ല് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ പ്രഷർ വെസലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് അലോങ് ദി ലെങ്ത് ഓക്കെ അലോങ് ദി ആക്സിസ് ഡയറക്ഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലായിട്ട് ഞാൻ ഈ സിലിണ്ടറിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു സെക്ഷൻ പ്ലെയിൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. സിലിണ്ടറിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സെക്ഷൻ പ്ലെയിനും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പ്ലെയിനിലായിട്ട് ഇവിടെ ഇതിന്റെ എന്താണ് ഔട്ടർ പെരിഫറൽ സർഫസിലായിട്ട് ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ്, ചെറിയൊരു എലമെന്റ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ശരി. ആ എലമെന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് എലോങ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് എലോങ് ദി സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഓക്കെ സർക്കംഫറൻസിലൂടെ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കംഫറൻസിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരെണ്ണം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലോങ് ദി റേഡിയൽ ഡയറക്ഷൻ. ഓക്കെ, പക്ഷേ തിൻ സിലിണ്ടേഴ്സിന്റെ കേസിലാകുമ്പോഴത്തേക്ക് ആ റേഡിയൽ ഡയറക്ഷനിലുള്ള സ്ട്രെസ്സിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്യാൻ ബി സെയിം ആസ് ദാറ്റ് ഓഫ് അവിടെ എത്രയാണോ പ്രഷർ ഈ സിലിണ്ടറിനുള്ളിൽ എത്രയാണോ പ്രഷർ ഉള്ളത് അത്ര തന്നെയായിരിക്കും ആ റേഡിയൽ ഡയറക്ഷനിലുള്ള സ്ട്രെസ്സും വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ മെയിനായിട്ട് വരുന്ന സ്ട്രെസ്സുകൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് വരുന്നത്? ഹൂപ്പ് സ്ട്രെസ്. ഹൂപ്പ് സ്ട്രെസ്സിനെ തന്നെയാണ് നമ്മൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ സ്ട്രെസ്സും സി എന്ന് പറയുന്ന അവിടുത്തെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ നിന്ന് കാണിക്കാൻ വേണ്ടി അവിടെ സഫിക്സ് ആയിട്ടുമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു സിലിണ്ടറിക്കൽ വെസലിന്റെ ക്രോസ് സെക്ഷണൽ സ്കെച്ചാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു ഇന്നർ ഡയമീറ്റർ ഉണ്ട്, ഒരു ഔട്ടർ ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇത് വന്നിട്ടാണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനുള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ അപ്ലൈ ചെയ്യണം. സം സോർട്ട് ഓഫ് എ ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്ത് ഹൈ പ്രഷറിൽ ഫിൽഡ് ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ പ്രഷർ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റേഡിയലി ആയിട്ടായിരിക്കും ഈ സർഫസിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ ടു ദി സർഫസ് ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? പ്രഷർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രഷറിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്ത് തരം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? 3 തരം സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് എലോങ് ദി സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഈ സർക്കംഫറൻസിൽ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഓരോ അടുത്തും സെക്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എലോങ് ദി സർക്കംഫറൻസ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേ സെയിം പ്രഷർ വെസലിന് തന്നെ ഇത് ക്രോസ് സെക്ഷനും ലെങ്ത് വൈസ് നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഇന്നർ റീജിയനിലായിട്ട് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വീണ്ടും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. ആ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും എലോങ് ദി ലെങ്ത് വൈസ് ഡയറക്ഷൻ അല്ലെ എലോങ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനും എന്ത് സംഭവിക്കുന്നുണ്ട്? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൈഡ് വേസ് ഇവിടെ വന്നിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആ ഡയറക്ഷനിൽ തന്നെ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ റേഡിയൽ ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്ക് അതിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഇവിടെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, ശരി. തേർഡ് ടൈപ്പ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് റേഡിയൽ സ്ട്രെസ്. ഓക്കെ, റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ റേഡിയൽ ഡയറക്ഷനിൽ ഇവിടെ എന്താണ്? ഇതിന്റെ തിക്നെസ്സിനെ റെഡ്യൂസ് ചെയ്യാനാണ് നോക്കുന്നത് അല്ലെ. ഇത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഈ റേഡിയൽ ഡയറക്ഷനിൽ ഇതിന്റെ തിക്നെസ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അല്ലെ. മെറ്റീരിയലിന്റെ തിക്നെസ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ശ്രമമുണ്ട്. അപ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം ഈ 3 തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് വരുന്നത്. ഓക്കെ, അതിൽ നമ്മളിപ്പം നമുക്ക് വേണ്ട ഡെറിവേഷൻസ് എന്ന് പറയുന്നത് ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെറിവേഷൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിരിക്കുക. 3 തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് പ്രഷർ വെസൽസിൽ ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ഹൂപ്പ് സ്ട്രെസ്. ഓക്കെ, പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, തേർഡ് വൺ വന്നിട്ട് റേഡിയൽ പ്രഷർ. ഓക്കെ, ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ എന്താണ്, ദെയർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ഡയമീറ്റർ. ഓക്കെ, ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ ടെൻഡൻസി എന്ന് പറയുന്ന സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണ്. മറ്റത് വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആകുമ്പോഴത്തേക്കും ടെൻസ് ടു ഇൻക്രീസ് ദി ലെങ്ത്, അല്ലേ, ആ സ്പെറിക്കൽ അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിക്കൽ വെസലിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഇത് റേഡിയൽ പ്രഷർ, അല്ലേ, റേഡിയൽ പ്രഷർ വന്നിട്ട് കംപ്രസീവ് ഇൻ നേച്ചർ ആണ്. അതായത് പ്രഷർ വെസലിൻ്റെ പ്ലേറ്റിൻ്റെ തിക്നെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പം ഈ 3 തരത്തിലാണ് സ്ട്രെസ്സുകൾ വരുന്നത്. ഇതിൽ ഓരോ സ്ട്രെസ്സിൻ്റെയും പേര് ഓർത്തിരിക്കുക, അതിൻ്റെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഈ 3 സ്ട്രെസ്സുകളുടെ കാൽക്കുലേഷൻ വരുന്ന പ്രോബ്ലംസും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേഷനും ഉണ്ട്. ഓക്കെ, അപ്പം ഒരു തിൻ സിലിണ്ടർ നമ്മൾ ഡെറിവേഷന് മുമ്പായിട്ട് അതിൽ കുറച്ച് അസംഷൻസ് ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ ചെറിയൊരു എന്താണ് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഒരു ക്യാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ട്രെയിൻ ഗേജ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു എന്താണ് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ക്യാൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു പ്രഷർ വെസൽ തന്നെയാണ്. കാരണം ഇതിനുള്ളിൽ നമ്മൾ എന്താണ് സോഫ്റ്റ് ഡ്രിങ്ക് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രഷറൈസ് ആയിട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്താണ്, ഈ ക്യാൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കുറവാണ്. എന്തിനു വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡയമീറ്റർ, അല്ലെ, ടോട്ടൽ പ്രഷർ വെസലിൻ്റെ ഡയമീറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു തിൻ വോൾഡ് പ്രഷർ വെസലായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രഷർ വെസലിൽ ആകെ മൊത്തം 3 തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് വരുന്നത്. എന്തൊക്കെയാണ്, സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ്, പിന്നെ വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, പിന്നെ വന്നിട്ട് റേഡിയൽ പ്രഷർ ഓർ റേഡിയൽ സ്ട്രെസ്. ഓക്കെ, അപ്പം ഈ തിൻ വോൾഡ് പ്രഷർ വെസൽസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ എത്രയാണോ അതിന് ഈക്വൽ ആയിരിക്കും അവിടുത്തെ റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ന്യൂമറിക്കലി ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ എത്രയാണോ ഉള്ളത് അത്ര തന്നെയായിരിക്കും അവിടെ ആ റേഡിയൽ ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്ത് മാത്രമാണ്, ലോഞ്ചിറ്റ്യൂഡിനലും ഹൂപ്പ് സ്ട്രെസ്സും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ തിൻ സിലിണ്ടേഴ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന റേഡിയൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വരുന്നത് ഏതൊക്കെയാണ്, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ്സും പിന്നെ വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും, അതിൻ്റെ രണ്ടിൻ്റെയും കാൽക്കുലേഷനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കാൽക്കുലേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ കാൽക്കുലേഷന് വേണ്ട കുറച്ച് അസംഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ അസംഷൻസ് മാത്രമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, വാട്ട് ആർ ദി അസംഷൻസ് വൈൽ കൺസിഡറിങ് ദി തിൻ സിലിണ്ടർ അനാലിസിസ്. ഓക്കെ, ശരി. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് അസംഷൻസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലെയിൻ സെക്ഷൻസ് റിമെയിൻ പ്ലെയിൻ. ഓക്കെ, അപ്പം ഇവിടെ ഇതിൻ്റെ തിക്നെസ് വൈസ് ആയാലും ക്രോസ് സെക്ഷൻ വൈസ് ആയാലും നമ്മൾ ഇനിഷ്യലി പ്രഷറൈസ് ചെയ്യുന്നതിന് മുമ്പ് പ്ലെയിൻ ആയിട്ടുള്ള സെക്ഷൻസ് അവിടുത്തെ ലോഡിങ്ങിന് ശേഷം എന്തായിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നു, പ്ലെയിൻ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നു. ഓക്കെ, മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് D/T റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. ഓക്കെ, വേർ D ഈസ് ദി ഇന്നർ ഡയമീറ്റർ ആൻഡ് T ഈസ് ദി തിക്നെസ്. ഓക്കെ, അതായത് തിൻ സിലിണ്ടറിന്റെ കണ്ടീഷനാണ്. D/T റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആണെങ്കിലാണ് നമ്മൾ തിൻ സിലിണ്ടർ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു തിൻ സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷനും കാണിച്ചിട്ടുണ്ട്, ഒരു തിക് സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷനും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം തിക് സിലിണ്ടർ നോക്കിക്കേ, തിക് സിലിണ്ടറിലാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇന്നർ ഡയമീറ്ററും അവിടുത്തെ ആ പ്ലേറ്റിന്റെ തിക്നെസ്, ഓക്കെ, ഇന്നർ ഡയമീറ്ററും പ്ലേറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കമ്പയറബിൾ ആണ്. ഓക്കെ, ഇതിപ്പം ഞാൻ ഈ ഒരു ഫിഗറിൽ വെച്ചിട്ട് പറയുവാണെങ്കിൽ ഇതൊരു 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയേ ഉള്ളൂ, ഒരു 20 സെന്റിമീറ്ററോളം ഉണ്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡയമീറ്ററും തിക്നെസ്സും കമ്പയറബിൾ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും, ഒരു തിക് സിലിണ്ടർ ആയിരിക്കും. കണ്ടോ, ഇവിടുത്തെ തിക്നെസ് കൂടുതലാണ്, അതുകൊണ്ട് അതിനെ തിക് സിലിണ്ടർ എന്ന് പറയും. നേരെ മറിച്ച് ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ ഇന്നർ ഡയമീറ്റർ വെച്ച് നോക്കുമ്പോൾ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, പ്ലേറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ നമ്മൾ തിൻ സിലിണ്ടർ എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഈ തരത്തിലുള്ള 3 സ്ട്രെസ്സുകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, റേഡിയൽ സ്ട്രെസ്, പിന്നെ ഹൂപ്പ് സ്ട്രെസ്, പിന്നെ വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, അതിൽ റേഡിയൽ സ്ട്രെസ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ
തിൻ സിലിണ്ടറിന്റെ കേസിലാകുമ്പോഴത്തേക്കും ഇന്നർ ഈ ഒരു പോയിന്റിലും അതുപോലെ തന്നെ ഔട്ടർ പോയിന്റിലുള്ള റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് എലോങ് ദി തിക്നെസ് ഡയറക്ഷൻ, ശ്രദ്ധിച്ചോളൂ, എലോങ് ദി തിക്നെസ് ഡയറക്ഷൻ എന്താണ്, സ്ട്രെസ്സിന് വേരിയേഷൻ ഇല്ല. എലോങ് ദി തിക്നെസ് ഡയറക്ഷൻ സ്ട്രെസ്സിന് വേരിയേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആയാലും ഹൂപ്പ് സ്ട്രെസ് ആയാലും അതിനൊന്നും എലോങ് ദി തിക്നെസ് ഡയറക്ഷൻ വേരിയേഷൻ ഇല്ല. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ തിക് സിലിണ്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇന്നർ സർഫസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഔട്ടർ സർഫസിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, അവിടെ ഈ സ്ട്രെസ്സിന് വേരിയേഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു പോയിന്റിൽ ഹൂപ്പ് സ്ട്രെസ്സിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിന് സ്ട്രെസ്സിൻ്റെയും വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും നേരെ ഔട്ടർ സർഫസിൽ കറസ്പോണ്ടിങ് പോയിന്റിൽ വന്നിട്ട് ഹൂപ്പ് സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് കാണും. ഓക്കെ, അതായത് എലോങ് ദി തിക്നെസ് ഡയറക്ഷൻ ഇവിടെ സ്ട്രെസ്സിന് വേരിയേഷൻ ഉണ്ട്. എന്നാൽ തിൻ സിലിണ്ടേഴ്സിന്റെ കേസിലാകുമ്പോഴത്തേക്ക് എലോങ് ദി തിക്നെസ് ഡയറക്ഷൻ സ്ട്രെസ്സിന് വേരിയേഷൻ ഇല്ല. ഓക്കെ, അതാണ് തിൻ സിലിണ്ടറും തിക് സിലിണ്ടറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് തിൻ സിലിണ്ടറിന്റെ കാൽക്കുലേഷൻ മാത്രമാണ്. ഓക്കെ, തിൻ സിലിണ്ടറിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. തിക് സിലിണ്ടേഴ്സ് തൽക്കാലം വേണ്ട. ഓക്കെ ഓക്കെ, അപ്പോൾ അതിൽ അസംഷൻസ് വരുന്നത് പ്ലെയിൻ സെക്ഷൻസ് റിമെയിൻ പ്ലെയിൻ, d/t greater than or equal to 20, t being uniform and constant. Material is a linear, elastic, isotropic and homogeneous. അല്ലേ, മെറ്റീരിയൽ എന്തായിരിക്കണം, ഇലാസ്റ്റിക് അല്ലെങ്കിൽ ദ ലോഡിംഗ് ഈസ് ഡൺ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലേ, മെറ്റീരിയൽ ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ളതായിരിക്കണം. പിന്നെ ഐസോട്രോപിക് മെറ്റീരിയൽ ആയിരിക്കണം, അതായത് ഡയറക്ഷൻ വൈസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ഡയറക്ഷനിലും സെയിം മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആയിരിക്കണം. ഹോമോജീനിയസ് മെറ്റീരിയൽ ആയിരിക്കണം, അതായത് എല്ലായിടത്തും ഒരേപോലത്തെ എന്താണ് അറ്റോമിക് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് വന്നിട്ട് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട് ദി വോൾ തിക്നെസ് വിൽ നോട്ട് വേരി. ഓക്കെ, തിൻ സിലിണ്ടറിന്റെ പ്രത്യേകതയാണ്, അല്ലെ, തിക്നെസ് വൈസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്ട്രെസ്സിന് എന്ത് വരാൻ പാടില്ല, വേരിയേഷൻ വരാൻ പാടില്ല. ഓക്കെ, തിക് സിലിണ്ടർ ആയിരുന്നെങ്കിൽ തിക്നെസ് വൈസ് നോക്കുമ്പോഴത്തേക്ക് അവിടെ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, തിൻ സിലിണ്ടറിൽ നമ്മൾ ആ ഒരു വേരിയേഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഈസ് കൺസിഡേർഡ് നെഗ്ലിജിബിൾ. ഓക്കെ, ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ പ്രഷറൈസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫ്ലൂയിഡാണ്. ഓക്കെ, അപ്പോൾ ആ ഫ്ലൂയിഡിന് ഒരു വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ വെയിറ്റിന്റെ എഫക്ട്സും കൂടെ ഇതിൽ കൺസിഡർ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഒരു ഡെറിവേഷനിൽ ആ വെയിറ്റിന്റെ എഫക്ട്സ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ടിപ്പിക്കൽ തിൻ സിലിണ്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ തിൻ സിലിണ്ടേഴ്സ് ഫെയിൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആ തിൻ സിലിണ്ടറിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ക്രാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്രാക്സ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്രാക്കുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എലോങ് ദി ലോങ്ജിറ്റ്യൂഡിനൽ ഡയറക്ഷനാണ്, ലെങ്ത് വൈസ് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ കീറുന്നത് അല്ലെങ്കിൽ ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, റേഡിയൽ ആയിട്ടല്ല, ഓക്കെ, സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലല്ല, എലോങ് ദി ലെങ്ത് വൈസ് ആയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, ഫെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് ദ ബേസ്റ്റിംഗ് വിൽ ടേക്ക് പ്ലേസ് ഇഫ് ദി ഫോഴ്സ് ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ ഈസ് മോർ ദാൻ ദി റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡ്യൂ ടു സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിനെക്കാട്ടി കൂടുതലാണ് അവിടുത്തെ ഫ്ലൂയിഡിന്റെ പ്രഷർ എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഇതുപോലത്തെ ബേസ്റ്റിംഗ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇത് തിൻ സിലിണ്ടേഴ്സ് ഫെയിൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഫെയിലിയറിനുള്ള കാരണം എന്താണ്, അതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് പ്രഷർ എക്സീഡഡ് ദ വാല്യൂ ഓഫ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഓക്കെ, ഈ സിലിണ്ടറിലെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിന്റെ വാല്യൂവിനെക്കാട്ടി കൂടുതൽ വന്നുകൊണ്ടാണ് ഇതിങ്ങനെ ഫെയിൽ ആയത്. ഓക്കെ ഓക്കെ, ഇത് വന്നിട്ട് ഒരു ടിപ്പിക്കൽ തിൻ സിലിണ്ടറിന്റെ ഒരു കണ്ടീഷനാണ്. തിക്നെസ് നെഗ്ലിജിബിൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് പി, ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത് പി. ഓക്കെ, അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കും, അല്ലെ, എലോങ് ദി ലെങ്ത് വൈസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് എക്സീഡ്സ് ദി സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഓക്കെ, അപ്പം ഇത് ഈ ക്രോസ് സെക്ഷന്റെ ഒരു സ്കെച്ച് വരച്ചിരിക്കുകയാണ്. ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ റേഡിയലി ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് എലോങ് ദി സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ആ സർക്കംഫറൻസിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് സിഗ്മ സി മാർക്ക് ചെയ്യുക. ഈ ഒരു കണ്ടീഷൻ ഒന്ന് ഓർത്തിരിക്കുക. എലോങ് ദി ലെങ്ത് വൈസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസണും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഡെറിവേഷനിൽ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെറിവേഷൻ വന്നിട്ട് ഇവാലുവേഷൻ ഓഫ് സർക്കംഫറൻഷ്യൽ ഓർ ഹൂപ്പ് സ്ട്രെസ്. ഇവാലുവേഷൻ ഓഫ് സർക്കംഫറൻഷ്യൽ ഓർ ഹൂപ്പ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പം തിൻ സിലിണ്ടേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതൊരു പർട്ടിക്കുലർ തിൻ സിലിണ്ടറിന്റെ കട്ട് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇന്നർ ഡയമീറ്റർ വന്നിട്ട് ഡി. ഓക്കെ, അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ടി. ഓക്കെ, ലെങ്ത് വൈസ് ഡി എൽ ആണ്.
ഓക്കെ, ആ സിലിണ്ടറിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് dl. ഇതിനുള്ളിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് p. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂയിഡ് പ്രഷർ കാരണം ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന എന്താണ് കംപ്രസീവ് ഈ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ സി. ഓക്കെ, അപ്പോൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആക്ടിങ് അലോങ് ദി സർക്കംഫറൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഇവിടെ ഞാൻ ഈ ഒരു റീജിയനിലായിട്ടാണ് സെക്ഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെയും സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെയും സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഫ്ലൂയിഡ് ഇതിനെ എന്താണ് ഈ ഒരു അപ്പർ എൻഡിനെ പുറത്തേക്ക് പുഷ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ മെറ്റീരിയൽ എന്താ ചെയ്യുന്നത്, നേരെ തിരിച്ച് ഹോൾഡ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ആ തരത്തിലായിരിക്കും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. ഓക്കെ, ഇന്നർ സൈഡിൽ പ്രഷർ, ഫ്ലൂയിഡ് പ്രഷർ, അതിൻ്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് d, തിക്നെസ് എന്ന് പറയുന്നത് t. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. d is the internal diameter, t is the thickness of the wall, l is the length of the cylinder, p is the fluid pressure. ഓക്കെ, നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യുന്നത് തിൻ സിലിണ്ടേഴ്സിൻ്റെ ഡെറിവേഷനെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്, തിൻ സിലിണ്ടർ എന്നുള്ളത് ഓർക്ക്. അതായത് ഇവിടുത്തെ ഡയമീറ്ററിൻ്റെ ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ തിക്നെസ് എന്തായിരിക്കും, വളരെയധികം കുറവായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ d/t റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20യുടെ കണ്ടീഷനാണ് ഈ കൺസിഡർ ചെയ്യുന്നത്. ആ കണ്ടീഷനിലാണ് അത് തിൻ സിലിണ്ടർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രഷർ റേഡിയലി ആക്ട് ചെയ്യുന്നുണ്ട്, ലെങ്ത് വന്നിട്ട് dl, ഇത് വന്നിട്ട് തിക്നെസ്, ഇവിടെ ആക്ട് ചെയ്യുന്ന എന്താണ് സ്ട്രെസ്. ഓക്കെ, അലോങ് ദി സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ലെങ്ത് വൈസ് നോക്കുമ്പോൾ എല്ലായിടത്തും എന്താണ് സിഗ്മ സി ഈക്വൽ ആയിരിക്കും അല്ലേ. എല്ലായിടത്തും സിഗ്മ സി, ഈ സർഫസിൽ ടോട്ടലി എന്താണ് സിഗ്മ സി എന്ന് പറയുന്ന സ്ട്രെസ് തന്നെയായിരിക്കും. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് സ്ട്രെസ് എന്നുള്ള രീതിക്കായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം തൊട്ട് മുമ്പ് കാണിച്ച ഈ ഒരു ഫിഗറിൻ്റെ തന്നെ ഇതിൻ്റെ ബോട്ടം ഹാഫിൻ്റെ ഒരു ഇമേജ് ആണ് ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫോഴ്സ് ഡ്യൂ ടു ഫ്ലൂയിഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വെസലാണ്, അതിൻ്റെ കട്ട് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് കാരണം ഇതിൻ്റെ സർഫസിൽ, ആ ട്യൂബിൻ്റെ സർഫസിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വെസലിൻ്റെ സർഫസിലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, പ്രഷർ ഇൻറ്റു ഏരിയ ഓൺ വിച്ച് ദി പ്രഷർ ഈസ് ആക്ടിങ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ വന്നിട്ട് ഡിയും, ഓക്കെ, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലുമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഈ d ഇൻറ്റു എൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഏരിയയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റീജിയനിലെല്ലാം ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ റീജിയൻ ഫുള്ളി എന്താണ് ഫ്ലൂയിഡ് ഫിൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫ്ലൂയിഡിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ്. ഓക്കെ, ഇവിടെ വാട്ടർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇമേജ് അസ്യൂം ചെയ്യുവാണെങ്കിൽ അത് വന്നിട്ട് നീണ്ട ഇതുപോലെ. ഓക്കെ, അതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ടോപ്പ് സർഫസ് ഇതുപോലെ വരും. ഓക്കെ, അപ്പം ഈ ഒരു സർഫസിൻ്റെ ഏരിയ, ഓക്കെ, ഈ ടോട്ടൽ ഈ ഒരു സർഫസിൻ്റെ ഫ്ലാറ്റ് സർഫസിൻ്റെ ഏരിയയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു ഡെറിവേഷനിൽ. ഓക്കെ, അപ്പം ഈ ഏരിയയിലേക്കാണ് നമ്മൾ എന്ത് വരുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്, ആ പ്രഷർ ആക്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിലേക്കാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ റേഡിയൽ കണ്ടീഷൻ എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഡെറിവേഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെറിവേഷൻ്റെ അതിൽ കിട്ടുന്ന റിസൾട്ട്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രൊജക്റ്റഡ് ഏരിയ എടുക്കുവാണ്. ഓക്കെ, നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന യഥാർത്ഥത്തിൽ കൺസിഡർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് പകരം ഇവിടുത്തെ പ്രൊജക്റ്റഡ് ഏരിയ എടുക്കുകയാണ്. ആ പ്രൊജക്റ്റഡ് ഏരിയയിൽ വരുന്ന പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു പി ഇൻറ്റു ഏരിയ ഓൺ വിച്ച് ദി പ്രഷർ ഈസ് ആക്ടിങ്. ഓക്കെ, പ്രഷർ എന്നുള്ള ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് പ്രൊജക്റ്റഡ് ഏരിയ ആണെന്ന് ഓർക്കുക. അതായത് ഇവിടെ ഈ മുകളിൽ ഒരു റെക്റ്റാങ്കിൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഓക്കെ, ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഡയമീറ്റർ ഡിയും. ഓക്കെ, ഈ പോയിന്റ് മുതൽ ഓക്കെ, ഈ ഒരു പോയിന്റ് മുതൽ ഇതുവരെയുള്ളതാണ് അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നർ ഡയമീറ്ററും പിന്നെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഏരിയ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഫോഴ്സ് ഡ്യൂ ടു സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കാരണം ഉണ്ടായ ഫോഴ്സും നോക്കി, സെക്കൻഡ് വന്നിട്ട് ഫോഴ്സ് ഡ്യൂ ടു സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും നോക്കി. ഓക്കെ, അപ്പോൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സിഗ്മ സി ഇൻറ്റു ഏരിയ ഓൺ വിച്ച് സിഗ്മ സി ഈസ് ആക്ടിങ്
അല്ലേ? അപ്പം സിഗ്മ സി ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതാ വരുന്നത്? സിഗ്മ സി ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്ന ഏരിയയാണ്. ഓക്കെ, ഇനി സിഗ്മ സി ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ടോപ്പ് 2 റെക്ടാങ്കുലർ ഫ്ലാറ്റ് സർഫസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ഈ ഒരു ഏരിയ അല്ലേ, ഇവിടുത്തെ ഈ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയയും, പിന്നെ സിഗ്മ സി ആക്ട് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ഈ 2 ഏരിയയിലായിട്ടാണ് സിഗ്മ സി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 2 ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ലെങ്ത് വന്നിട്ട് L ആണ്. ഓക്കെ, ഇവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് Tയുമാണ്. ഓക്കെ, അപ്പോൾ L ഇൻറ്റു T എടുക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഏരിയയും കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും L ഇൻറ്റു T എടുക്കുമ്പോഴത്തേക്കും സെക്കൻഡ് ഏരിയയും കിട്ടും. ഓക്കെ, അപ്പോൾ സിഗ്മ സി ഇൻറ്റു ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് L ഇൻറ്റു T പ്ലസ് L ഇൻറ്റു T അല്ലേ? അപ്പോൾ സിഗ്മ സി ഇൻറ്റു 2L ഇൻറ്റു T എന്ന് വരും. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം കണ്ടീഷനാണ് നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്താ പറയുന്നത്? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പറയുന്നത് ദി ബേസ്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു ഫ്ലൂയിഡ് പ്രഷർ മസ്റ്റ് ബി ഈക്വൽ ടു ദി റെസിസ്റ്റിംഗ് ഫോഴ്സ്. ഓക്കെ, റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കാരണം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ആ 2 ഇക്വേഷൻസ് തൊട്ട് മുമ്പ് എഴുതിയ 2 ഇക്വേഷൻസ് കൂടെ ഇക്വേറ്റ് ചെയ്യുകയാണ്. പി ഇൻറ്റു ഡി എൽ ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു 2L ഇൻറ്റു ടി അല്ലെ? പി ഇൻറ്റു ഡി എൽ ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു 2L ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും സർക്കംഫറൻഷ്യൽ സ്ട്രെസ് സിഗ്മ സി ഈക്വൽ ടു പി ഡി ബൈ 2T. ഓക്കെ, സർക്കംഫറൻഷ്യൽ സ്ട്രെസ് സിഗ്മ സി ഈക്വൽ ടു പി ഡി ബൈ 2T. ഓക്കെ, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിനെ തന്നെയാണ് നമ്മൾ ഹൂപ്പ് സ്ട്രെസ് എന്നും വിളിക്കുന്നത്. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തോണം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ഡെറിവേഷനും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഡെറിവേഷനും ഓർത്തിരിക്കുക, പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസും എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും ഹൂപ്പ് സ്ട്രെസ്സും രണ്ടും സെയിം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ടിൻ്റെയും ഫോർമുല എന്ന് പറയുന്നത് പി ഡി ബൈ 2T. നെക്സ്റ്റ് വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആകുമ്പോഴത്തേക്കും എലോങ് ദി ലെങ്ത് ഡയറക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ എ ബി എന്ന് പറയുന്നത് ഞാൻ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ആ എ ബിനെ വെച്ചിട്ട് സ്ലൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ഇവിടെ ഈ ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യെല്ലോ ഷെയ്ഡിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ഇവിടെ ഈ സർക്കംഫറൻസിലാണ് അല്ലേ? ആക്ടിങ് അലോങ് ദി സർക്കംഫറൻസ് ആണ്, അല്ലെങ്കിൽ ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി സർക്കംഫറൻഷ്യൽ ഏരിയയാണ്. ഓക്കെ, ഫ്ലൂയിഡിന്റെ പ്രഷർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, അപ്പം ഇതിൽ ആ ഒരു സെക്ഷൻ മാത്രം, ലെഫ്റ്റ് സൈഡ് സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്തിരിക്കുകയാണ്. തിൻ സിലിണ്ടർ ആണ്, അതിന്റെ തിക്നെസ് T. ഓക്കെ, ആ ഒരു സെക്ഷനിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സിലിണ്ടറിന് ഉള്ളിലുള്ള ആ ഫ്ലൂയിഡിന്റെ പ്രഷർ എന്ന് പറയുന്നത് P ആക്ടിങ് ടുവേർഡ്സ് ദി ലെഫ്റ്റ് വേർഡ് ഡയറക്ഷൻ അല്ലേ? ഇവിടെ നിന്ന് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലുള്ള മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇതേ സമയം തന്നെ ഇവിടെ ഈ റേഡിയൽ ഡയറക്ഷനിലായിട്ടും പ്രഷർ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു കാൽക്കുലേഷന് വേണ്ടി നമ്മൾ റേഡിയൽ ഡയറക്ഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ പ്രഷർ എങ്ങോട്ടാണ്? ഫ്ലൂയിഡിന്റെ പ്രഷർ ഫുള്ള് ലെഫ്റ്റ് വേർഡ്സും, ആ സമയത്ത് ഈ മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങോട്ടുമാണ്? റൈറ്റ് വേർഡ്സുമാണ്. ഓക്കെ, ശരി. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ബർസ്റ്റിംഗ് ഫോഴ്സ് ഓൺ ദി എൻഡ് ഓഫ് ദി സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബേസ്റ്റിംഗ് ഫോഴ്സ്, ഫ്ലൂയിഡിന്റെ പ്രഷർ കാരണം ഡെവലപ്പ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്ലൂയിഡിന്റെ പ്രഷറിനെ, പ്രഷർ ഇൻറ്റു ഏരിയ ആണല്ലോ ഫോഴ്സ് എന്ന് പറയുന്നത്, ആ ഫ്ലൂയിഡിന്റെ പ്രഷറിനെ ഇവിടുത്തെ ഏരിയ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഈ എൻറ്റയർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സർക്കിളിന്റെ ഡയമീറ്റർ D ആകുമ്പോഴത്തേക്കും പൈ ഡി സ്ക്വയർ ബൈ 4 ആയിരിക്കും അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ P ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ 4, P ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ 4 അതാണ് അവിടുത്തെ ബേസ്റ്റിംഗ് ഫോഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള ബേസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെസിസ്റ്റിംഗ് ദിസ് ഫോഴ്സ് അല്ലേ? അപ്പം ഏത് ഏരിയ ആണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്? റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ബേസ്റ്റിംഗ് എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏരിയ ഇതിൻ്റെ ഈ ഒരു പോർഷനാണ്. ഓക്കെ, ഇവിടെ ഈ വൈറ്റ് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനാണ് അവിടെ ആ റെസിസ്റ്റൻസിനെ, ബേസ്റ്റിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ മെറ്റീരിയൽ, ഈ ഒരു മെറ്റീരിയൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വൈറ്റ് ഷെയ്ഡഡ് പോർഷൻ്റെ, ഓക്കെ, അതിൻ്റെ ഏരിയ ആണ് നമുക്ക് ഈ ഒരു കാൽക്കുലേഷനിൽ എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ഡി ഇൻറ്റു ടി ആയിരിക്കും. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഷെയ്ഡിലുള്ള സ്ട്രിപ്പിനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് പൈ ഡിയും,
ഓക്കെ, പിന്നെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഷീറ്റിൻ്റെ തിക്നെസ് വരും. ഓക്കെ, അപ്പോൾ പൈ ഡി ഇൻറ്റു ടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ കിട്ടും. ഓക്കെ, അത് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഈ റെക്റ്റാങ്കിൾ ഈ എന്താണ് വൈറ്റ് ഷെയ്ഡിലുള്ള ഈ ഒരു സർഫസിനെ ഫുള്ളായിട്ട് നിവർത്തി വയ്ക്കുകയാണെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അതിൽ പൈ ഡി എന്ന് പറയുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ടി എന്ന് പറയുന്ന അവിടുത്തെ തിക്നെസ്സുമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടുത്തെ റെസിസ്റ്റിംഗ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എൽ ഇൻറ്റു പൈ ഡി ഇൻറ്റു ടി. ഓക്കെ, അപ്പം ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് സിഗ്മ എൽ. ഓക്കെ, അപ്പോൾ സിഗ്മ എല്ലിനെ നമ്മൾ അവിടുത്തെ സിഗ്മ എൽ ആക്ട് ചെയ്യുന്നു, കണ്ടോ? സിഗ്മ എൽ ആക്ട് ചെയ്യുന്ന ഈ യെല്ലോ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്. ആ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ഏരിയയാണ് ഇവിടുത്തെ ഈ ഏരിയ എന്ന് പറയുന്നത് പൈ ഡി ഇൻറ്റു ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ എൽ ഇൻറ്റു പൈ ഡി ഇൻറ്റു ടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് കിട്ടും. ഓക്കെ, നേരത്തെ നമ്മൾ ബേസ്റ്റിംഗ് ഫോഴ്സ് കണ്ടുപിടിച്ചായിരുന്നു, അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വീണ്ടും ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കണം. ബേസ്റ്റിംഗ് ഫോഴ്സും റെസിസ്റ്റിംഗ് ഫോഴ്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പി ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ 4 ഈക്വൽ ടു സിഗ്മ എൽ ഇൻറ്റു പൈ ഡി ഇൻറ്റു ടി. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇത്തവണ കിട്ടിയത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈക്വൽ ടു സിഗ്മ എൽ ഈക്വൽ ടു പി ഡി ബൈ 4t. ഓക്കെ, നേരത്തെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കിട്ടിയത് പി ഡി ബൈ 2tയും ഇപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കിട്ടിയത് പി ഡി ബൈ 4t. ഓക്കെ, അപ്പം ഈ സെക്കൻഡ് ഡെറിവേഷനും ഓർക്കുക, ഇതിൽ ഈ ഫൈനൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പം സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഈക്വൽ ടു പി ഡി ബൈ 2t, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈക്വൽ ടു പി ഡി ബൈ 4t. ഓക്കെ, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിൻ്റെ മറ്റൊരു പേരാണ് ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഈക്വൽ ടു 2 ടൈംസ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, അല്ലേ? കാരണം സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് പി ഡി ബൈ 2t ആണ്, അല്ലേ? നമ്മൾ ഈ സിഗ്മ എല്ലിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കും എന്ത് തന്നെയാണ് കിട്ടുന്നത്? പി ഡി ബൈ 2t ആണ് കിട്ടുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് സിഗ്മ സി ഈക്വൽ ടു 2 ടൈംസ് സിഗ്മ എൽ എന്ന് പറയാം. സിഗ്മ സി സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ് ഈക്വൽ ടു 2 ടൈംസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, ആ ഒരു റീസൺ കാരണമാണ് ഇത് എപ്പോഴും ഈ പറയുന്ന പ്രഷർ വെസൽസ്, ഓക്കെ, സിലിണ്ടറിക്കൽ പ്രഷർ വെസൽസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ ബ്രേക്ക് ചെയ്യാനുള്ള കാരണം സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ ഡബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കൂടുതലായതുകൊണ്ട്, അല്ലേ, സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും സ്ട്രെസ്സിങ് കൂടുതൽ വരുന്നത്, അല്ലേ? ഇപ്പം എലോങ് ദി സർക്കംഫറൻസ് ആയിരിക്കും സ്ട്രെസ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ തരത്തിൽ എന്ത് സംഭവിക്കുന്നത്? ഇതിൻ്റെ ഈ ടാങ്ക്സ് എല്ലാം ബേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ബേസ്റ്റിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം സ്ട്രെസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഇവാലുവേഷൻ ഓഫ് സ്ട്രെയിൻസ്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് സ്ട്രെയിനിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ എൻറ്റയർ പ്രഷർ വെസലിൻ്റെ അകത്തുനിന്ന്, ഓക്കെ, ഒരു ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് ഇത് വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള സ്ട്രെസ് വന്നിട്ട് പി ഡി ബൈ 4tയും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വന്നിട്ട് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലുള്ളത് പി ഡി ബൈ 2t ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഒരു ടിപ്പിക്കൽ ബയാക്സിയൽ ലോഡിങ്ങിൻ്റെ സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ യു സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും കൂടെ ചേർന്നിട്ട് ഫോം ചെയ്യുന്ന ഒരു ബയാക്സിയൽ സ്ട്രെസ് സിസ്റ്റമാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ട്രെയിൻ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ, അല്ലേ? ഇപ്പോൾ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലുള്ള സ്ട്രെസ്സും പിന്നെ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള പോയിസൺസ് എന്താണ് ആ ഒരു എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം സ്ട്രെസ് പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എപ്സിലോൺ 1 ഈക്വൽ ടു അല്ലെങ്കിൽ എന്താണ് എപ്സിലോൺ എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ സിഗ്മ വൈ ബൈ ഇ, അല്ലേ? അപ്പം എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം സിഗ്മ എക്സ് ബൈ ഇ എടുക്കുക, പിന്നെ എന്ത് ചെയ്യുക, മറ്റ് ഡയറക്ഷൻ, ഓക്കെ, വൈ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മൈനസ് ന്യൂ സിഗ്മ വൈ ബൈ ഇയും, ഓക്കെ, ഇസഡ് ഡയറക്ഷനിലുള്ള സ്ട്രെസ്സും കൂടെ ഉണ്ടെങ്കിൽ മൈനസ് ന്യൂ സിഗ്മ ഇസഡ് ബൈ ഇയും കൂടെ എടുക്കും. ഓക്കെ, ആ സെയിം റിലേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലുള്ളത് സിഗ്മ സി എപ്സിലോൺ സി എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്താ ചെയ്തത്? സിഗ്മ സി ബൈ ഇ മൈനസ് ന്യൂ സിഗ്മ എൽ ബൈ ഇ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എപ്സിലോൺ എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് ന്യൂ സിഗ്മ എന്താണ് വൈ ബൈ ഇ എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ന്യൂ അല്ലെങ്കിൽ എപ്സിലോൺ, ന്യൂ അല്ലെങ്കിൽ മ്യൂ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഈ മ്യൂ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതിൽ പോയിസൺസ് റേഷ്യോ ഉണ്ടല്ലോ, ആ പോയിസൺസ് റേഷ്യോയ്ക്ക് യൂസ് ചെയ്യുന്ന സിമ്പിളാണ്. ഓക്കെ, പോയിസൺസ് റേഷ്യോയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ന്യൂ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു, മ്യൂ യൂസ് ചെയ്യാന്ന് പറഞ്ഞു, 1/m യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ മ്യൂ എന്ന് പറയുന്നത് പോയിസൺസ് റേഷ്യോ. ഓക്കെ, അപ്പം ഫസ്റ്റ് സിഗ്മ സി ബൈ ഇയും പിന്നെ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനുള്ള ആ ഒരു പോയിസൺസ് എഫക്റ്റും കൂടെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ സിഗ്മ സിക്ക് വരെ 2 ടൈംസ് സിഗ്മ എൽ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു.
ഓക്കെ, കാരണം ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു സിഗ്മ സി ഈക്വൽ ടു 2 ടൈംസ് സിഗ്മ എൽ. ഓക്കെ, അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും എപ്സിലോൺ സി ഈക്വൽ ടു സിഗ്മ എൽ ബൈ ഇ മൈനസ് 2 ബൈ സിഗ്മ എൽ ബൈ ഇ ഇൻറ്റു 2 മൈനസ് ന്യൂ എന്ന് കിട്ടും. ഓക്കെ, ഇനി സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ നമുക്ക് എന്താണ് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഡി ബൈ ഡി ആണ് അല്ലേ. സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചേഞ്ച് ആണ് നമ്മൾ ലാറ്ററൽ ഡയമെൻഷൻ്റെ ചേഞ്ച് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഡെൽറ്റ ഡി ബൈ ഡി. ഓക്കെ, അതിൽ എന്താണ് സിഗ്മ എല്ലിന് പകരം പി ഡി ബൈ 40 ഇൻറ്റു ഇ അല്ലേ ഇൻറ്റു 2 മൈനസ് മ്യൂ അല്ലേ. അപ്പോൾ സിഗ്മ എല്ലിന് പകരം പി ഡി ബൈ 40 കൂടെ കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ ഒന്ന് എന്താണ് ഫൈനൽ ഇക്വേഷനിലേക്ക് ഇങ്ങനെ എത്തി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. എപ്സിലോൺ സി അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ ഈക്വൽ ടു പി ഡി ബൈ 40 ഇ ഇൻറ്റു 2 മൈനസ് ന്യൂ അല്ലെങ്കിൽ മ്യൂ. ഓക്കെ, ഇത് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ്. ഓക്കെ, സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? ഫൈനൽ സർക്കംഫറൻസ് മൈനസ് ഒറിജിനൽ സർക്കംഫറൻസ് ബൈ ഒറിജിനൽ സർക്കംഫറൻസ്. ഫൈനൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി പ്ലസ് ഡെൽറ്റ ഡി അല്ലേ. കാരണം എന്താണ്, ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, തിക്നെസ് കുറയുകയും ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പൈ ഇൻറ്റു ഡി പ്ലസ് ഡെൽറ്റ ഡി എന്ന് എടുത്തത്. മൈനസ് ഒറിജിനൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് പൈ ഡി ദ ഹോൾ ഡിവൈഡഡ് ബൈ പൈ ഡി. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോഴാണ് ഡെൽറ്റ ഡി ബൈ ഡി എന്ന് കിട്ടുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഇവിടുത്തെ സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ ആകുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്? എപ്സിലോൺ എൽ ഈക്വൽ ടു സിഗ്മ എൽ ബൈ ഇ മൈനസ് ന്യൂ സിഗ്മ സി ബൈ ഇ. ഓക്കെ, അപ്പം എപ്സിലോൺ വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരത്തെ എപ്സിലോൺ എക്സ് ആയിരുന്നു, ഇപ്പോൾ എപ്സിലോൺ വൈ. ഓക്കെ, അപ്പോൾ ആ എൽ വരുന്ന ടേം ആദ്യം എഴുതി. ഓക്കെ, എപ്സിലോൺ എൽ കിട്ടാൻ വേണ്ടി സിഗ്മ എൽ ബൈ ഇ ആദ്യം എഴുതി, രണ്ടാമത് മൈനസ് ന്യൂ സിഗ്മ സി ബൈ ഇ എഴുതി. ഓക്കെ, മ്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്ത് തന്നെയാണ്? പോയിസൺസ് റേഷ്യോ തന്നെയാണ്. ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഈ തരത്തിലേക്ക് ഇക്വേഷൻ മാറി വരും. ഓക്കെ, ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനുള്ള സ്ട്രെയിൻ ആയതുകൊണ്ട് എപ്സിലോൺ എൽ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, പിന്നെ എന്താണ്, സിഗ്മ എല്ലിന് പകരം പി ഡി ബൈ 40 കൊടുത്തു. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷനും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഹൂപ്പ് സ്ട്രെസ് പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഓക്കെ അതിൻ്റെ ഇക്വേഷൻസ് ഇമ്പോർട്ടൻറ്റ്. അതിനോടൊപ്പം തന്നെ ഈ ഇക്വേഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മറ്റത് രണ്ട് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇത് ഡെഡ്യൂസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് വന്നിട്ട് മാക്സിമം ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടുന്നെങ്കിൽ നേരത്തെ വരച്ച അതേ ഫിഗർ തന്നെയാണ് ബയാക്സിയൽ ലോഡിങ്ങിൻ്റെത്. സിഗ്മ സി along the circumferential direction, stress along the circumferential direction, sigma L എന്ന് പറയുന്നത് along the longitudinal direction. ഓക്കെ, അപ്പോൾ ഇവിടെ വലിയൊരു സിലിണ്ടർ ഉണ്ട്, ലെങ്ത് വൈസ് വലിയൊരു സിലിണ്ടർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ സിലിണ്ടറിനുള്ളിൽ നിന്ന് ചെറിയൊരു മെറ്റൽ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സിലിണ്ടറിൻ്റെ ലെങ്ത് വൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രെസ്സാണ് സിഗ്മ എൽ എന്ന് പറയുന്നത്. അതിൻ്റെ സർക്കംഫറൻസ് വൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രെസ്സാണ് സിഗ്മ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം സ്ട്രെസ് കിട്ടുന്നെങ്കിൽ നമുക്ക് ടോ മാക്സ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മോർ സർക്കിൾ എല്ലാം പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സെയിം റിലേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, സിഗ്മ സി മൈനസ് സിഗ്മ L/2. കാരണം ഇവിടെ ഷിയറിംഗ് എഫക്ട്സ് ഒന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഷിയറിംഗ് എഫക്ട്സ് ഒന്നും വരാത്തതുകൊണ്ട് രണ്ട് നോർമൽ സ്ട്രെസ്സുകളുടെ എന്താണ് അത് വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് PD/2T മൈനസ് PD/40 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ടോ മാക്സ് ഈക്വൽ ടു PD/80 എന്ന് കിട്ടും. നെക്സ്റ്റ് തിൻ സ്പെറിക്കൽ ഷെൽസ്. ഓക്കെ, അപ്പം ഇതുപോലത്തെ സ്പെറിക്കൽ വെസൽസിലും നമ്മൾ സ്പെറിക്കൽ പ്രഷർ വെസൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലായിട്ട് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ്സോ ഗ്യാസസോ മറ്റോ ഒക്കെ ഫിൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഒരു പർട്ടിക്കുലർ പ്രഷറിലായിരിക്കും. ആ പുറത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഹയർ പ്രഷറിലായിരിക്കും ഇതിൻ്റെ അകത്ത് ഫ്ലൂയിഡ്സ് ഫിൽഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കാരണം ഈ ഒരു മെറ്റീരിയലിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ കാൽക്കുലേഷനാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, സ്ട്രെസ്സസ് ഇൻ തിൻ സ്പെറിക്കൽ ഷെൽസ്. ഓക്കെ, അപ്പം ഞാൻ ആ കൺസിഡർ ചെയ്ത സ്പെറിക്കൽ ഷെല്ലിൻ്റെ അപ്പർ ഹാഫ് മാത്രം കൺസിഡർ ചെയ്യുകയാണ്. അതിനുള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് P ആണ്. ഓക്കെ, അപ്പോൾ ആ ഫ്ലൂയിഡ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു തിക്നെസ്സിൽ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ടോട്ടൽ ഫോഴ്സ്, ആ ഫ്ലൂയിഡ് പ്രഷർ കാരണം ഉണ്ടായിരിക്കുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കാൽക്കുലേഷനായിട്ട് ഇവിടുത്തെ ഈ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു റീജിയൻ, ഓക്കെ, ഇവിടുത്തെ ആ പ്രൊജക്റ്റഡ് ഏരിയ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് അവിടുത്തെ ഡയമീറ്റർ വന്നിട്ട് D ആണ്. അപ്പോൾ ആ പ്രൊജക്റ്റഡ് ഏരിയയുടെ വാല്യൂ എന്ന് പറയുന്നത്
π/4 d² ആയിരിക്കും. ആ π/4 d² എന്ന് പറയുന്ന പ്രൊജക്റ്റഡ് ഏരിയയിൽ നമ്മൾ എന്താണ് ആക്ട് ചെയ്യുന്നത്? ഇവിടുത്തെ ഈ ഒരു പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രഷറിനെ അവിടുത്തെ പ്രൊജക്റ്റഡ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്, റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ നമുക്കുള്ളത് ഈ ഒരു പോർഷനിലായിട്ടാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ ഈ തിക്നെസ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്ന റെസിസ്റ്റിംഗ് ഏരിയയുടെ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഈ ഷെയ്ഡഡ് പോർഷനാണ്. ഓക്കെ, അപ്പോൾ ആ സ്ട്രിപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്ത് നിവർത്തി വെക്കുകയാണെങ്കിൽ ആ ഒരു റെക്റ്റാങ്കിൾ അവൈലബിൾ ആയിരിക്കും. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കംഫറൻസ് ആയി മാറും. ഓക്കെ, അപ്പം ലെങ്ത് πd-യും ഓക്കെ, അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? t-യുമാണ്. ഓക്കെ, അപ്പം ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് πd × t, where d is the diameter and t is the thickness. ഓക്കെ, ശരി. അപ്പോൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ബൈ റെസിസ്റ്റിംഗ് സെക്ഷൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും πd²/4 × p by πdt. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും pd/4t എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് തിൻ സ്ഫെറിക്കൽ ഷെൽസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് പ്രോബ്ലം. Okay, question: a thin cylindrical shell of 3 meter long and 1 meter in internal diameter. It is subjected to an internal pressure of 1.2 megapascal. If the thickness of the sheet is 12 millimeter. Okay, അപ്പോൾ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ലെങ്ത് L തന്നിട്ടുണ്ട്, ഡയമീറ്റർ D തന്നിട്ടുണ്ട്, പിന്നെ പ്രഷർ P തന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ട് thickness വന്നിട്ട് T, സ്മോൾ ലെറ്റർ T. Find the circumferential stress, longitudinal stress and change in diameter. ഓക്കെ, അപ്പോൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിനുള്ള തിൻ സിലിണ്ടറിക്കൽ ഷെൽ ആണല്ലോ, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിനുള്ള ഇക്വേഷൻ pd/2t. ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂസ് എന്താണ്? ബേസ് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് 50 MPa. ഓക്കെ, പി എന്ന് പറയുന്നത് 1.2 തന്നിട്ടുണ്ട് മെഗാപാസ്കൽ. ഡി എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ, അതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ 2 × t, ടി എന്ന് പറയുന്നത് തിക്നെസ്സും 12 millimeter ആണ്. ഓക്കെ, അപ്പം ലെങ്ത്തും ഡയമീറ്ററും രണ്ടും സെയിം യൂണിറ്റിലാക്കിയിട്ട് വേണം കൺവേർട്ട് ചെയ്ത് ഇടാനായിട്ട്. നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് pd/4t. ഓക്കെ, ഒന്നുകിൽ ഈക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി അല്ലേ. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് /2 ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് 50 ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് 25 MPa ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ. ഓക്കെ, സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ്റെ ഇക്വേഷനും നമ്മൾ പറഞ്ഞായിരുന്നു, ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. pd/4t × 2 - μ/e. ഓക്കെ, p is the internal pressure, d is the internal diameter, t is the thickness, mu അല്ലെങ്കിൽ nu എന്ന് പറയുന്നത് പോയ്സോൺസ് റേഷ്യോ, e എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രെയിൻ നോക്കിയപ്പോഴത്തേക്ക് 2.125 × 10⁻⁻⁴. ഓക്കെ, അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ ഡയമീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ∆d/d ആണ് ε/c എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ∆d കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ε/c ഡയമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും pd/4t × 1 - 2 μ/e എന്ന് വരും. നേരത്തെ 2 - μ/e എന്നായിരുന്നു, ഇത് 1 - 2 μ/e എന്ന് വരും. ഓക്കെ, വാല്യൂസ് എല്ലാം അവൈലബിൾ ആണ്. മ്യൂ അല്ലെങ്കിൽ ന്യൂ എന്ന് പറയുന്ന പോയ്സോൺസ് റേഷ്യോ, ഇ ഈസ് ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പി ഈസ് ദി ഇന്റേണൽ പ്രഷർ, ഡി ഈസ് ദി ഡയമീറ്റർ ആൻഡ് ടി ഈസ് ദി തിക്നെസ്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ε/L എന്ന് പറയുന്നത് 5 × 10⁻⁻⁵. ഓക്കെ, അപ്പോൾ അവിടെ ലെങ്ത്തിൽ എത്രത്തോളം ഇൻക്രിമെന്റ് വരുമെന്ന് നോക്കാൻ വേണ്ടി ε/L = ∆L/L, അതിൽ നിന്ന് ∆L കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ε/L-നെ, ഈ കിട്ടിയ ε/L-നെ അവിടുത്തെ ആ ടോട്ടൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലെങ്ത് എത്രത്തോളം ഇൻക്രീസ് ചെയ്തെന്ന് കിട്ടും. ഓക്കെ, ഇവിടെ വന്നിട്ട് ഡയമീറ്റർ എത്രത്തോളം ഇൻക്രീസ് ചെയ്തെന്ന് കിട്ടി, ഇത് വന്നിട്ട് ലെങ്ത് എത്രത്തോളമാണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, ഇത് ഈ തരത്തിൽ ലെങ്ത് ഡയമീറ്ററുള്ള ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് പ്രഷറൈസ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോപ്പർ ട്യൂബ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ കോപ്പർ ട്യൂബ് ഹാവിംഗ് 45 millimeter internal diameter and 1.5 millimeter wall thickness is closed at its ends by plugs which are at 450 millimeter apart. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? ഇന്റേണൽ ഡയമീറ്റർ ഡി തന്നിട്ടുണ്ട്, തിക്നെസ് ടി തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ദ ട്യൂബ് ഈസ് സബ്ജക്റ്റഡ് ടു ഇന്റേണൽ പ്രഷർ. ഓക്കെ, അതായത് പിയുടെ വാല്യൂ ആണ് 3 MPa, ആൻഡ് അറ്റ് ദി സെയിം ടൈം പുൾഡ് ഇൻ ആക്സിയൽ ഡയറക്ഷൻ ബൈ എ ഫോഴ്സ് 3 kN.
ഓക്കെ, അപ്പോൾ ഇത്തവണ ഈ വെസലിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് പ്രഷറൈസ് ചെയ്ത് നിൽപ്പുണ്ട് 3 മെഗാ പാസ്കലിന്. അതിനോടൊപ്പം തന്നെ നമ്മൾ സിലിണ്ടറിൻ്റെ പുറമേ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്സിയൽ പുള്ളിംഗ് ഫോഴ്സ് വെച്ചിട്ട് 3 കിലോ ന്യൂട്ടൺ അഡീഷണൽ ആയിട്ട് അപ്ലൈയും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബിറ്റ്വീൻ ദി പ്ലഗ്സ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട്, ഡയമീറ്റർ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു കമ്പൈൻഡ് ലോഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കോപ്പറിൻ്റെ തന്നിട്ടുണ്ട്, പിന്നെ പോസോൺസ് റേഷ്യോ ഫോർ കോപ്പർ 0.3. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷറും കൺസിഡർ ചെയ്യുന്ന, അതോടൊപ്പം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന 3 കിലോ ന്യൂട്ടൻ്റെ എഫക്ട്സും കൂടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ആദ്യം ഫ്ലൂയിഡ് പ്രഷർ കാരണം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം സിഗ്മ എൽ എന്ന് പറയുന്നത് PD/40. ഓക്കെ, പ്രഷറുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, തിക്നെസ്സും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 22.5 മെഗാ പാസ്കൽ. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സ്ട്രെയിൻ കിട്ടാൻ വേണ്ടി PD/40 × 1 - 2 ν/e. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 9 × 10⁻⁻⁵. ഓക്കെ, സ്ട്രെയിൻ ആയതുകൊണ്ടാണ് ഇതിന് യൂണിറ്റ്സ് ഇല്ലാത്തത്. ഓക്കെ, 9 × 10⁻⁻⁵ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ εL = Δl/L ആണ്. അല്ലെങ്കിൽ Δl കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിനെ അവിടുത്തെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ലെങ്ത് ആണ് തന്നിരിക്കുന്ന 450 മില്ലിമീറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, രണ്ട് എൻഡിലും പ്ലഗ്സ് ഉണ്ട്, ആ പ്ലഗുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 450 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്കും പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ PD/40 × 2 - ν/e. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോൾ 3.825 × 10⁻⁻⁴ എന്ന് കിട്ടും. ചേഞ്ച് ഇൻ ഡയമീറ്റർ. ഓക്കെ, ചേഞ്ച് ഇൻ ഡയമീറ്റർ കിട്ടാൻ വേണ്ടി എന്താണ്, സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ εc = Δd/d ആണ് അല്ലേ. സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ = Δd/d എന്നാണ്. ഓക്കെ, അതിൽ നിന്ന് Δd കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സർക്കംഫറൻഷ്യൽ സ്ട്രെയിനിനെ നമ്മൾ അവിടുത്തെ ഡയമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പ്രഷർ, ഫ്ലൂയിഡ് പ്രഷർ കാരണം ഉണ്ടാകുന്ന രണ്ട് ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് Δl ഉം Δd യും കണ്ടുപിടിച്ചു. നെക്സ്റ്റ്, ഡ്യൂ ടു എക്സ്റ്റേണൽ പൂൾ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ വെസലിനെ തന്നെ പുറമെ ഒരു 3 കിലോ ന്യൂട്ടൻ്റെ ലോഡും കൂടെ അപ്ലൈ ചെയ്തിട്ട് പുൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ആ തിക്നെസ് വൈസ് നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും πd × t അല്ലേ. πd എന്ന് പറയുന്നത് അവിടുത്തെ ആ സർക്കംഫറൻസിൻ്റെ ലെങ്ത്തും പിന്നെ ടി എന്ന് പറയുന്നത് തിക്നെസ്. അപ്പോൾ അതായിരിക്കും അവിടുത്തെ ടോട്ടൽ ഏരിയ. πd × t ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ കിട്ടും. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടുത്തെ ഡയറക്റ്റ് സ്ട്രെസ്. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയാണ്, ലോഡ് എന്ന് പറയുന്നത് 3 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പം ഡയറക്റ്റ് സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എടുക്കണം. ഓക്കെ, അപ്പോൾ σ/e ആണ്. അതിൽ സിഗ്മ എന്ന് പറയുന്നത് P/AC ആണ്. ഓക്കെ, P എന്ന് പറയുന്നത് ലോഡ്, A എന്ന് പറയുന്നത് അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, എഫക്റ്റീവ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, അപ്പോൾ P/AE ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കിട്ടും. ഓക്കെ, അപ്പം L/L ആണ് εL അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് Δl കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി εL × L ചെയ്താൽ മതി. ഓക്കെ, അത് നോക്കിയപ്പോഴത്തേക്കും വീണ്ടും ലെങ്ത് എന്ത് ചെയ്യുന്നതായിട്ടാണ് കിട്ടിയത്, 0.0637 മില്ലിമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി Δl നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഡ്യൂ ടു ഫ്ലൂയിഡ് പ്രഷർ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്, 0.0405. ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എത്രയാണ് വന്നത്, 0.0637 മില്ലിമീറ്റർ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡയമീറ്ററിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, εd = -ν × εl എന്നുള്ളത്. ഓക്കെ, ആ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ ലെങ്ത് കൂടുവാണെങ്കിൽ ലാറ്ററൽ ഡയറക്ഷനിൽ എന്തായിരിക്കും, ലെങ്ത് ഡിക്രീസ് ചെയ്യുമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ ടെൻസൈൽ ആണെങ്കിൽ ലാറ്ററൽ ഡയറക്ഷനിൽ വന്നിട്ട് കംപ്രസീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ -ν കൊടുത്തത്. -ν × ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ -ν × εl വാല്യൂ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. εl ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ആ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ = Δd/d അല്ലേ. ചേഞ്ച് ഇൻ ഡയമീറ്റർ Δd കിട്ടുന്നെങ്കിൽ ε × t അല്ലേ, അല്ലെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ = Δd/d എന്ന് പറയും. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ = Δd/d. അതിൽ നിന്ന് Δd കണ്ടുപിടിച്ചപ്പോഴത്തേക്കും നെഗറ്റീവ് ആയിട്ടാണ് വന്നത്, -1.91 × 10⁻³ മില്ലിമീറ്റർ. അതായത് അവിടെ ഡയമീറ്റർ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി കമ്പൈൻഡ് എഫക്ട്സ് നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ആദ്യം ഫ്ലൂയിഡ് പ്രഷർ കാരണം ഉണ്ടായ ലെങ്ത്തും പിന്നെ രണ്ടാമത് ആക്സിയൽ പുള്ളിങ് കാരണം ഉണ്ടായ ലെങ്ത്തും കൂടെ എടുത്ത് ആഡ് ചെയ്യാം.
ഓക്കെ, ചേഞ്ച് ഇൻ ഡയമീറ്റർ ആകുമ്പോഴത്തേക്കും ആദ്യം ഫ്ലൂയിഡ് പ്രഷർ കാരണം ഉണ്ടായ ലെങ്ത് ഡയമീറ്ററിൽ ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ആക്സിയൽ പുള്ളിങ് കാരണം ഡയമീറ്ററിൽ റിഡക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അവിടുത്തെ എഫക്റ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് പോസിറ്റീവും രണ്ടാമത്തെ നെഗറ്റീവും. അപ്പോൾ ഓൺ ദി ഹോൾ എന്താ കിട്ടുന്നത്? 0.0153 മില്ലിമീറ്റർ. ഓക്കെ, അത് പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ കമ്പൈൻഡ് ലോഡിംഗ് വന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ ലെങ്ത്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടോപ്പിക്കും കൂടെ കൺസിഡർ ചെയ്യണം, ജോയിന്റ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ജോയിന്റ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഷർ വെസൽസ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്ലേറ്റ്സിനെ എല്ലാം മൗണ്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രഷർ വെസൽസ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പലതരത്തിലുള്ള ജോയിൻസും കാര്യങ്ങളും എല്ലാം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ജോയിൻസിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് റിവെറ്റ് ഹോൾസും കാര്യങ്ങളും എല്ലാം ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഹോൾസ് എല്ലാം ഇട്ടതിന് ശേഷമായിരിക്കും ഇതിൻ്റെ അകത്ത് അവിടെ ഈ പറഞ്ഞ രീതിയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റിവെറ്റുകളും സർക്കംഫറൻഷ്യൽ റിവെറ്റുകളും എല്ലാം കൊടുത്തിട്ട്. ഓക്കെ, നമ്മൾ വെൽഡഡ് ജോയിൻസ് പോലെ തന്നെയാണ് റിവെറ്റഡ് ജോയിൻസ് ഉണ്ട്. ഓക്കെ, റിവെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ജോയിനിങ് മെത്തേഡുണ്ട്. ഓക്കെ, അപ്പം ഈ തരത്തിലുള്ള ഹോൾസ് റിവെറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഹോൾസ് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിക്രീസ് ചെയ്യും. എഫക്റ്റീവ് ആയിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, നമ്മളിവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റിവെറ്റ് വരുന്ന സെക്ഷനിലെ എഫക്റ്റീവ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ക്രോസ് സെക്ഷണൽ ഏരിയ ഡിക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ഹോൾസ് ഫോർ ദി റിവെറ്റ്സ് ദ നെറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസസ് ആൻഡ് ഹെൻസ് ദി സ്ട്രെസ് ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രെസ്സിൽ ഇനി എന്ത് സംഭവിക്കും? ഈ ജോയിൻസ് വരുന്നത് കാരണം സ്ട്രെസ് വീണ്ടും കൂടാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് തരത്തിലുള്ള ജോയിൻസും എടുക്കുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കംഫറൻഷ്യൽ ജോയിൻസ്. ഓക്കെ, അപ്പോൾ ആ സ്ട്രെസ്സിൽ വരുന്ന ഇൻക്രിമെന്റ് കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് എടുക്കുന്നത്? അസ്യൂമിങ് ദാറ്റ് ഈറ്റ എൽ. ഓക്കെ, ഈറ്റ സഫിക്സ് എൽ. ഓക്കെ, എഫിഷ്യൻസിക്കുള്ള സിമ്പിളാണ് ഈറ്റ എൽ, എഫിഷ്യൻസി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്. ഈറ്റ സി എന്ന് പറയുന്ന എഫിഷ്യൻസി ഓഫ് സർക്കംഫറൻഷ്യൽ ജോയിന്റ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു, PD/2T. ഓക്കെ, അതിൻ്റെ അകത്ത് ഏത് ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്യുന്നു? ആ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റിന്റെ എഫിഷ്യൻസിയും കൂടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ PD/2T ഇൻറ്റു സിഗ്മ എൽ, ഈറ്റ എൽ ഇൻറ്റു ഈറ്റ എൽ. ഓക്കെ, ഇപ്പോൾ ഈറ്റ എൽ എന്ന് പറയുന്ന ഒരു 30%, 40% ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജ് വാല്യൂ ഇവിടെ വരുമ്പോഴത്തേക്ക് 0.4 എന്ന് വരും അല്ലെ, 40% ഇവിടെ വരുമ്പോൾ 0.4 എന്ന് വരും. ഓക്കെ, ഇപ്പം ഡിനോമിനേറ്ററിൽ എന്താണ്? ഒന്നിനെക്കാട്ടിയും താഴ്ന്ന ഒരു വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒന്നിനെക്കാട്ടിയും താഴ്ന്ന ഒരു വാല്യൂ ഡിനോമിനേറ്ററിൽ വരുവാണെങ്കിൽ മൊത്തം നമ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലെ, മൊത്തം വാല്യൂ എന്ന് പറയുന്നത് കൊണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ P/0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, P/2 എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ ഈറ്റ എൽ എന്ന് പറയുന്ന അവിടുത്തെ എഫിഷ്യൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ഡെറിവേഷൻ ഒന്നുമില്ല, ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജോയിന്റ് എഫിഷ്യൻസി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി വെച്ചിരിക്കുന്ന ഇക്വേഷനിൽ ബൈ ആ എഫിഷ്യൻസി ടേം കൂടെ വരും. ഓക്കെ, PD/2T ഇൻറ്റു ഈറ്റ എൽ. ഓക്കെ, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണെങ്കിൽ PD/4T ഇൻറ്റു ഈറ്റ സി. ഓക്കെ, PD/2T ഇൻറ്റു ഈറ്റ എല്ലും. ഓക്കെ, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിൽ ഈറ്റ എല്ലും വരും, മറ്റേതിൽ വന്നിട്ട് ഈറ്റ സിയും വരും. Okay, in longitudinal joint, the circumferential stress is developed, and in circumferential joint, the longitudinal stress is developed. Okay, ഇതാണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ സിഗ്മ എല്ലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ സർക്കംഫറൻഷ്യൽ ജോയിന്റിന്റെ എഫിഷ്യൻസി വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഈറ്റ സി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, സിഗ്മ സി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റിന്റെ എഫിഷ്യൻസി വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോളണേ. കാരണം ഇവിടെ സിഗ്മ എൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഈറ്റ എൽ എന്ന് കൊടുക്കാനായിരിക്കും ടെൻഡൻസി, പക്ഷേ എന്താണ്? ഈറ്റ സി വേണം കൊടുക്കാനായിട്ട്. കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്, ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് ദ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഈസ് ഡെവലപ്ഡ് അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള ജോയിന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്താണ്? ഓക്കെ, ഈ ജോയിന്റിൽ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ഇതിൽ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലുള്ള ജോയിന്റിൽ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരുന്ന അവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ വരുന്നുണ്ട്. ഓക്കെ, എ ബോയിലർ ഷെൽ ഈസ് ടു ബി മെയ്ഡ് ഓഫ് 15 millimeter തിക്ക് പ്ലേറ്റ് ഹാവിംഗ് എ ലിമിറ്റിംഗ് ടെൻസൈൽ സ്ട്രെസ് ഓഫ് 120 Nm/mm². Okay, if the efficiencies of the longitudinal and circumferential joints are 70% and 30% respectively,
determine the maximum permissible diameter of the shell for an internal pressure of 2 Newton per millimeter square. Okay, permissible intensity of internal pressure when the shell diameter is 1.5 meters. Okay, അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടു ഫൈൻഡ് ദി മാക്സിമം പെർമിസിബിൾ ഡയമീറ്റർ ഓഫ് ദി ഷെൽ ഫോർ ആൻ ഇന്റേണൽ പ്രഷർ ഓഫ് 2 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയമീറ്റർ, ഓക്കെ, മാക്സിമം പെർമിസിബിൾ ഡയമീറ്റർ ഓഫ് ദി ഷെൽ എത്രത്തോളം വരാമെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആണ് അല്ലേ? ശരി, അപ്പോൾ ലിമിറ്റിംഗ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആയിട്ട് എടുക്കാം അല്ലേ? നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തിൻ്റെ ബേസിസിലാണ് ഈ പ്രഷർ വെസൽസ് എല്ലാം ഡിസൈൻ ചെയ്യേണ്ടത്? സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിൻ്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് സ്ട്രെസ് കൊടുത്തിരിക്കുന്നത് എന്താണോ അത് നമുക്ക് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ സിഗ്മ സി എന്ന് പറയുന്നത് 120 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി സിഗ്മ സിയുടെ ഇക്വേഷൻ എന്താണ്? പി ഡി ബൈ 2t ഇൻറ്റു ഈറ്റ എൽ. ഓക്കെ, ഇവിടെ ഈ ജോയിന്റ് എഫിഷ്യൻസിയും കൂടെ വന്നിരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സിഗ്മ സി വരുമ്പോഴത്തേക്ക് പി ഡി ബൈ 2t ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്ന ഇക്വേഷൻ. ജോയിന്റ് എഫിഷ്യൻസി കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻറ്റു ഈറ്റ എൽ എന്നും കൂടെ വരും. ഓക്കെ, അതിൽ സിഗ്മ സി, ഓക്കെ, അവിടുത്തെ ലിമിറ്റിംഗ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്ന 120 വന്നു. ഓക്കെ, പിന്നെ പി ഡി ബൈ 2t ഇൻറ്റു ഈറ്റ എൽ. ഓക്കെ, ഈറ്റ എൽ എന്ന് പറയുന്നത് 70% എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 0.7 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഡയമീറ്റർ വന്നിട്ട് 1260 മില്ലിമീറ്റേഴ്സ്. 1260 മില്ലിമീറ്റേഴ്സ്. നെക്സ്റ്റ് വന്നിട്ട് ലിമിറ്റിംഗ് ടെൻസൈൽ സ്ട്രെസ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആക്കുവാണെങ്കിൽ, ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആക്കുവാണെങ്കിൽ സിഗ്മ എൽ ഈക്വൽ ടു പി ഡി ബൈ 40 ഇൻറ്റു ഈറ്റ സി എന്ന് വരും. ഓക്കെ, ആ സമയത്ത് 120, ഓക്കെ, സിഗ്മ എല്ലിന് വരെ നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ലിമിറ്റിംഗ് സ്ട്രെസ് ഇത്തവണ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡി ഈക്വൽ ടു എത്രയാണ്? 1080 മില്ലിമീറ്റേഴ്സ് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ 1080യും ഇതിൻ്റെ ബേസിസിൽ എന്താണ്? സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിൻ്റെ ബേസിസിലാണെങ്കിൽ 1260. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഏതാണ്? ഈ രണ്ട് ക്രൈറ്റീരിയയും വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് എന്താണ്? താഴ്ന്ന ഡയമീറ്റർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വെസലിന് പ്രിഫർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദി പെർമിസിബിൾ പ്രഷർ ഫോർ ആൻ ഇന്റേണൽ ഡയമീറ്റർ ഓഫ് 1.5 മീറ്റർ. ഓക്കെ, പെർമിസിബിൾ പ്രഷർ എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സിഗ്മ സി ഈക്വൽ ടു പി ഡി ബൈ 2t ഇൻറ്റു ഈറ്റ എൽ. ഓക്കെ, ഇത്തവണ സിഗ്മ സിക്ക് വരെ വീണ്ടും 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇത്തവണ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഡയമീറ്റർ എത്രയായിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്? 1.5 മീറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഡയമീറ്റർ വന്നിട്ട് 1.5 മീറ്റർ ആണെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ ഡയമീറ്ററിൻ്റെ വാല്യൂ 1.5 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.68 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഡയമീറ്റർ 1.5 കൊടുത്തിരിക്കുകയാണ്. 1.5 മീറ്ററിനെ മില്ലിമീറ്ററിലാക്കി കൊടുത്തിരിക്കുകയാണ് 1500 എന്നുള്ളത്. ഓക്കെ, അപ്പം പെർമിസിബിൾ പ്രഷർ പിയുടെ വാല്യൂ 1.68 വന്നു. ഓക്കെ, ഇഫ് ദി ലിമിറ്റിംഗ് ടെൻസൈൽ സ്ട്രെസ് ഈസ് ടേക്കൺ ആസ് ദി സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. ഇനി നെക്സ്റ്റ്, ഇഫ് ദി ലിമിറ്റിംഗ് ടെൻസൈൽ സ്ട്രെസ് ഈസ് ടേക്കൺ ആസ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണെങ്കിൽ ടി എൽ ബൈ സിഗ്മ എൽ ഈക്വൽ ടു പി ഡി ബൈ 40 ഇൻറ്റു ഈറ്റ സി എന്ന് വരും. അതിൽ നിന്ന് പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1.44 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് നമ്മുടെ ലിമിറ്റിംഗ് സ്ട്രെസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ 1 by 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ശരി. നെക്സ്റ്റ് വന്നിട്ട് ഇതിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ പ്രഷർ വെസൽസ് ഓർ ഷെൽസ്? വാട്ട് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആക്ട് അപ്പോൺ ദം? ഓക്കെ, അത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഹൗ ഡു യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ തിൻ ആൻഡ് തിക്ക് പ്രഷർ വെസൽസ്? ഓക്കെ, അല്ലെങ്കിൽ പ്രഷർ ഷെൽസ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് അസംഷൻസ് ആർ ടേക്കൺ ഇൻ ദി അനാലിസിസ് ഓഫ് തിൻ സിലിണ്ടേഴ്സ്? ഓക്കെ, അസംഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇത് വന്നിട്ട് ആ ഡെറിവേഷനാണ്. കമ്പയർ ദി സ്ട്രെങ്ത് ഓഫ് എ തിൻ സ്പെറിക്കൽ വെസൽ ആൻഡ് എ തിൻ സിലിണ്ടറിക്കൽ വെസൽ ഓൺ ദി ബേസിസ് ഓഫ് ഹൂപ്പ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും ഹൂപ്പ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കുന്ന ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഡെറിവേഷൻസ്, തിൻ സിലിണ്ടറിൻ്റെ സ്ട്രെസ്സിൻ്റെ ഡെറിവേഷൻസ് പഠിക്കുക. പിന്നെ വന്നിട്ട് എന്താണ് സിലിണ്ടറിക്കൽ ഷെൽസിൻ്റെയും പഠിക്കുക. അതുപോലെ തന്നെ സ്പെറിക്കൽ ഷെൽസിൻ്റെയും സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും ഡെറിവേഷൻസ് പഠിക്കുക. സ്ട്രെസ്സിൻ്റെ ഡെറിവേഷൻ മസ്റ്റായിട്ട് പഠിക്കുക. സ്ട്രെയിൻ്റെ അത് വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഇക്വേഷൻസ് എങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ,
ഈ തരത്തിൽ നമ്മൾ പ്രോബ്ലംസും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത തരത്തിലുള്ള പ്രോബ്ലംസ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.